ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് 95 നവംബറിൽ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി. അതുവരെയുള്ള ഒരുപാട് റെക്കോർഡുകൾ ആ സിനിമ ബ്രേക്ക് ചെയ്തു. ഇന്നും ടി വിയിൽ റിപ്പീറ്റായിട്ട് നമ്മൾ കാണുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകും. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ സിനിമകൾ വരും. അവരുടെ ഒരു തുടക്കകാലത്ത് നമുക്കറിയാം, അവർ ഡോക്ടർ പശുപതിയൊക്കെ, അപ്പോൾ ഡോക്ടർ പശുപതി പോലത്തെ സിനിമകളൊക്കെ ഒരു ഹ്യൂമർ ആ ഒരു രീതിയിലേക്ക് സിനിമയാണ്. ഇവരുടെ ഒരു കൂട്ടുകെട്ട് ശരിക്ക് മലയാള സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് തലസ്ഥാനമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്കറിയാം ഒരുപാട് സിനിമകൾ. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ദി കിങ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിലെ കുറച്ച് അന്നത്തെ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സിൻ്റെ ഒക്കെ കുറച്ച് ഒരു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇതിൽ 50-ാം ദിവസം, 85-ാം ദിവസം, 75-ാം ദിവസം, 101-ാം ദിവസം, അങ്ങനെ കുറേ ഉണ്ട്. അത് ശരിക്കും നമുക്കറിയാം നവംബർ മാസം, ഈ 95 നവംബർ മാസമാണ് ആ സിനിമ ഇറങ്ങിയത്. രഞ്ജി പണിക്കരുടെ തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, രഞ്ജി പണിക്കരുടെ സിനിമകൾ എന്ന് പറയുമ്പോൾ എന്നും അതായത് സെൻസർ പ്രശ്നങ്ങളില്ലാത്ത ഒരു സിനിമയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കിങ്ങും ഏകദേശം അതുപോലെ തന്നെയാണ്. നമുക്കൊക്കെ ഇന്ന് കിങ് എന്ന് പറയുന്നൊരു സിനിമ നമ്മളിപ്പോൾ ഇന്ന് എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം അതിൽ അതായത് അതിൽ രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ആ സിനിമ ശരിക്കും മമ്മൂട്ടി, ഇവർ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ അവരുടെ ഒരു ടീമിലേക്ക് മമ്മൂട്ടി വന്ന, അല്ലെങ്കിൽ ആ മമ്മൂക്കെ വെച്ച് ഇവർ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിനു മുമ്പ് ഏകലവ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് മമ്മൂക്ക റിജക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് അന്ന് ഏകലവ്യൻ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇങ്ങനെയായിരുന്നു. പിന്നീട് മമ്മൂട്ടി പിന്മാറിയപ്പോഴാണ് ആ വേഷത്തിലേക്ക് സുരേഷ് ഗോപി വരുന്നതും സുരേഷ് ഗോപിക്ക് വെച്ചിരുന്ന റോള് സിദ്ദിഖ് ചെയ്തത്. നമുക്കറിയാം സിദ്ദിഖിൻ്റെ ക്യാരക്ടർ വളരെ, അതിൻ്റെ തുടക്കമൊക്കെ സിദ്ദിഖാണ്. ഏകദേശം ഇൻ്റർവെല്ലിൽ കുറച്ചും ഒരു 10-20 മിനിറ്റ് മുമ്പ് എന്താണ് ഈ പറയുന്ന ഏകലവ്യനിലെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ വരുന്നത്. അതിന് മുമ്പ് സിദ്ദിഖ് തന്നെയാണ് തുടക്കമൊക്കെ. സിദ്ദിഖിനാണ് അതിൽ ഹീറോയിൻ ഉണ്ട്, നമുക്കറിയാം ഒരു സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ശരിക്ക് ഏകലവ്യൻ സംഭവിച്ചതുകൊണ്ടാണ് പിന്നീട് സുരേഷ് ഗോപി വെച്ച് ഇവർക്ക് കമ്മീഷണർ ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടി, മാഫിയ കിട്ടി, അതൊക്കെ ഹിറ്റായി മാറി. അപ്പോൾ അന്ന് ഏകലവ്യൻ മമ്മൂക്ക റിജക്റ്റ് ചെയ്തുകൊണ്ട് എവിടെ ഇവരുടെ ഉള്ളിൽ, രഞ്ജി പണിക്കരുടെ ഉള്ളിൽ ഒരു ഇതുണ്ടെന്ന്. അപ്പോൾ രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. അതായത് സിനിമയിൽ വരേണ്ട മുമ്പ് രഞ്ജി പണിക്കർ പത്രപ്രവർത്തന സമയത്ത് തന്നെ മമ്മൂക്കയായിട്ട് ഭയങ്കര സൗഹൃദമുണ്ട്. മമ്മൂക്ക ഇല്ലാത്ത ദിവസങ്ങളിൽ മമ്മൂക്കയുടെ സഹോദരങ്ങളുടെ കൂടെ മമ്മൂക്കയുടെ വീട്ടിൽ ഞാൻ അവിടെ കൂടാറുള്ളതാണ്. അങ്ങനെ ഭയങ്കര ബന്ധമുള്ളതാണ് മമ്മൂക്കയായിട്ട്. വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക ഡബ് ചെയ്യുമ്പോൾ അത് അന്ന് ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്, അന്ന് ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണെന്ന്. അപ്പോൾ അത്ര ബന്ധമായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ടും ഏകലവ്യൻ മമ്മൂക്ക ചെയ്യാത്തത് കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കിങ്ങിൻ്റെ കഥ പറയാൻ മമ്മൂക്ക ഇവരെ വിളിക്കും. ഡേറ്റ് ഒക്കെ കൊടുത്ത ശേഷം ഇങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് കഥ പറയാൻ വരണം എന്ന് പറയുമ്പോൾ രഞ്ജി പണിക്കർ, ഞാൻ മമ്മൂക്കയുടെ അടുത്ത് കഥ പറയില്ല, എനിക്കൊരു വാശിയെന്ന്, അതായത് ഇന്ന് ഓർക്കുമ്പോൾ അതൊരു തമാശയാണ്, ഒരു പിടിവാശിയായിരുന്നു എന്നൊക്കെയാണ് രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഷൂട്ട് തുടങ്ങി. ആ ഒരു സിനിമ അന്ന് നവംബറിൽ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അന്ന് വരെയുള്ള ഏറ്റവും കൂടുതൽ അതായത് 40 സെൻറ്ററിൽ എന്തോ ആണ് അന്ന് ഇറക്കിയത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു സെൻറ്റേഴ്സിലൊന്നും അത്രയധികം സെൻറ്റേഴ്സിൽ ഇറങ്ങുന്നത്. അന്ന് സെൻറ്റേഴ്സിലാണ് ആദ്യം ഇറങ്ങുന്നത്, ഇന്നത്തെ പോലെ വൈഡ് റിലീസല്ല. പിന്നെ സെൻറ്റേഴ്സിൽ കുറേ കാലം ഓടിയ ശേഷം പിന്നീട് ബിയിലും സീലും ഒക്കെയാണ്, അങ്ങനെയാണല്ലോ വരുന്നത്. പക്ഷേ 40 സെൻറ്ററിൽ ഇറക്കി. അന്നൊരു ഡ്യൂറേഷൻ ഏകദേശം 3 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ആയിരുന്നു ഡ്യൂറേഷൻ. ഇന്നത് യൂട്യൂബിൽ 3 മണിക്കൂറിൻ്റെ പ്രിൻ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. അന്ന് തിയേറ്ററിൽ ഫസ്റ്റ് ഡേക്ക് ശേഷം കുറച്ച് സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും പിന്നെ അതിന് മുമ്പ് തന്നെ എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കട്ട് ചെയ്തത് MG സോമൻ്റെ ക്യാരക്ടർ. MG സോമൻ അതിൽ ശരിക്കും ഇപ്പം നമ്മൾ നോക്കിയാൽ അതിൽ ഒരൊറ്റ സീനുള്ളൂ MG സോമൻ്റെ ക്യാരക്ടർ. അല്ലെ മമ്മൂക്കയുടെ ആ ഒരു ടൈറ്റിലൊക്കെ കാണിച്ച ശേഷമുള്ള ഒരു സീനേ ശരിക്കും ഉള്ളൂ. ആ സിനിമ കണ്ടവർക്ക് അറിയാം. പക്ഷേ ശരിക്കും ഇവരത് സെക്കൻഡ് ഹാഫിൽ എവിടെ ഒരു സീനും കൂടി, അതായത് തേവളിപ്പറമ്പ് ജോസഫ് അലക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അപ്പൻ്റെ മുമ്പിൽ മാത്രം ഒരു പൂച്ചയെ പോലെ ഇങ്ങനെ എന്താ പറയുക തലതാഴ്ത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അപ്പനോട് പേടിയുള്ള ഒരു ക്യാരക്ടറിനെ പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സീനും കൂടി അതിലുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ലെങ്ത് കാരണം ആ സീൻ കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ വേറെ കുറച്ച് സീൻസൊക്കെ പിന്നീട് കട്ട് ചെയ്തിട്ട്, ഞാൻ ആ സിനിമയൊക്കെ തിയേറ്ററിൽ കാണുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 95 നവംബറിലാണ് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത്. 96 ഏപ്രിൽ ഒരു C-class തിയേറ്റർ എന്നാണ് ഞാൻ ആ സിനിമ കാണുന്നത്. അത് ഇന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒരു സിനിമ മെയിൻ സ്ട്രീം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അത് അപ്പോഴും തിയേറ്ററിലുണ്ട്, പക്ഷെ അതൊരു C-class തിയേറ്ററിലാണ്. C-class തിയേറ്ററിൽ പോയിട്ടാണ് ആ സിനിമ ഞാനൊക്കെ കാണുന്നത്. അന്നും അത് ഒരു ഫുള്ളാണ്, ഒരു വിഷു ദിവസമാണ്. അപ്പോൾ ഇന്നൊക്കെ ഒരു സിനിമ ഇറങ്ങി 28-ാം ദിവസം OTT-യിലും പിന്നീട് TV-യിലൊക്കെ വരുന്നതുകൊണ്ടും, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് വരെ നമുക്കറിയാം DVD ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇറങ്ങി 6 മാസം കഴിഞ്ഞിട്ട് അതേ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ റീ റിലീസുകൾ വരുന്നുണ്ട്. അല്ലാതെ ഇത്രയും ഒരു കാത്തിരിപ്പുകൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ
ആളുകൾ അവിടെ വരാൻ വേണ്ടി കാത്തിരിക്കും. പലപ്പോഴും ടൗണിൽ പോയി സിനിമ കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് അവരുടെ വീടിൻ്റെ അടുത്തുള്ള സി ക്ലാസ് തിയേറ്ററിൽ വരുമ്പോഴാണ് കണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് ഓടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കിങ്. ആ ഒരു സിനിമയിൽ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. രാജംബി ദേവിൻ്റെ ക്യാരക്ടർ, മുരളിയുടെ ക്യാരക്ടർ, ഇതൊക്കെ അന്നത്തെ കുറേ രാഷ്ട്രീയ പ്രമുഖരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇവരുടെ എല്ലാ സിനിമകളും കാണുമ്പോൾ ഇവർ ശരിക്കും രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു സ്പിരിറ്റിൽ തന്നെ അന്നത്തെ നേതാക്കളൊക്കെ എടുത്തിട്ടുള്ളൂ എന്ന് ഇവർ തന്നെ പറയാറ്. അതായത് കരുണാകരനായിക്കോട്ടെ, മറ്റേ ഇവർ ആരായാലും ഉമ്മൻചാണ്ടി ആയാലും അച്യുതാനന്ദൻ ആയാലും ഇവരൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഇന്നാണ് വിമർശനങ്ങൾ കുറച്ച് വേറെ തരത്തിലൊരു സൈബർ അറ്റാക്കിലോട്ടൊക്കെ ഇതിൻ്റെ ഫിലിം മേക്കേഴ്സിനും റൈറ്റേഴ്സിനൊക്കെ അവർക്ക് നേർക്കൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ ആ ഒരു സിനിമയിൽ ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത് TS കൃഷ്ണൻ, കോഴിക്കോട് കൃഷ്ണൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്, ഒരു വില്ലൻ വേഷങ്ങളോട് ചെയ്ത് വന്നിട്ട് താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു നടനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സിനിമ വളരെ ചെറുപ്പത്തിൽ 33 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. കുറേ സിനിമകളുണ്ട് ആ സമയത്തുള്ള പല കമ്മീഷണറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോസിറ്റീവ് ക്യാരക്ടർ ആലഞ്ചേരി തമ്പുരാക്കൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. കോഴിക്കോടുകാരനാണ്. ഷാജി കൈലാസിൻ്റെ എത്രയോ, അത് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്രയോ സിനിമകളിൽ എത്രയോ നല്ല വേഷങ്ങൾ. സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലെനിക്കൊന്ന് സർദാർ ചെയ്യട്ടെ. വിക്രം ഒരിക്കൽ ഇവിടെ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞപ്പോൾ സൈന്യത്തിലെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പേരുകളൊന്ന് കൃഷ്ണൻ്റെ ആയിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു കൃഷ്ണൻ എന്ന് വരെ വിക്രം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്ക് ടു കിങ് എന്ന് പറയുന്നൊരു സിനിമ ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റായിട്ട് കാണുന്നതാണ്. ഇന്ന് അതുപോലത്തെ സിനിമകളാണ് വളരെയധികം മിസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ആ ഒരു അന്നത്തെ ഷാജി കൈലാസിൻ്റെ മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന ആ ഒരു സീൻ, വാണി വിശ്വനാഥുമായിട്ടൊരു സീൻ, അത് കോഴിക്കോട് ഹോട്ടൽ മഹാറാണി ഹോട്ടൽ എന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വൈകുന്നേരം 2 മണിക്കൂർ 3 മണിക്കൂർ എന്തോ ആ ഒരു സീൻ എടുക്കാൻ സമയമുള്ളൂ. ആ സീൻ അവിടെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ഷാജി കൈലാസൊക്കെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കുന്ന ഒരു സമയത്താണ് രഞ്ജിത്ത് പണിക്കർ അപ്പുറത്തിരുന്ന് ആ സമയത്താണ് ലൊക്കേഷനിലിരുന്നാണ് ഡയലോഗ് എഴുതിയത്. എന്നിട്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ആ ഒരു സീനൊക്കെ എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കറിയില്ല എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ അത് ധൈര്യം മാത്രമല്ല, അത് ചെയ്തിട്ട് അത് അത്ര പെർഫെക്റ്റ് ആക്കി മാറ്റുക എന്ന് പറയുന്നതും അതൊരു ഡയറക്ടറുടെയും റൈറ്ററുടെയും ക്യാമറാമാൻ്റെയും അതിൽ അഭിനയിച്ചിട്ടുള്ള മമ്മൂക്കയെ പോലുള്ള നടന്മാരുടെ ഒക്കെ മിടുക്ക് തന്നെയാണ്. എന്തായാലും കിങ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അയക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്, അത് പക്ഷേ നിരാശയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കിങ് ആൻഡ് കമ്മീഷണർ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അതുകൂടി പറയാം നോക്കാം. ഈ കിങ് സിനിമയിൽ നമുക്ക് തലസ്ഥാനത്തിലെ സുരേഷ് ഗോപിയുടെ മാധവൻ എന്ന് പറയുന്ന മാധവൻ IPSനെയും കൂടി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും വന്നത് കണ്ടിട്ടുള്ളതാണ് തിയേറ്ററിൽ. അന്ന് ഭയങ്കര കൈയിടുകയായിരുന്നു വന്നത്. ഒരു സീനേ ഉള്ളൂ സുരേഷ് ഗോപിനെ അതിൽ കൊണ്ടുവരണം, ഗസ്റ്റ് റോൾ കൊണ്ട്. അത് ഈക്വലി അന്ന് സുരേഷ് ഗോപി ഇവരുടെയൊക്കെ സിനിമകളിലൂടെ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന സമയത്ത് വന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുക. ഇപ്പോൾ നമ്മളിപ്പോൾ ബാബ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചൊക്കെ പറയണ പോലെ മോഹൻലാലും ദിലീപും ഇവരെല്ലാവരും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നൊക്കെ പറയണ പോലെ അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ എന്ന് തന്നെയാണ് അത്. എന്തായാലും കിങ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും ഡയലോഗും എന്താണെന്നുള്ളത്, അപ്പോൾ ഞാൻ പറയാൻ മിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ അതിനെക്കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ടെങ്കിൽ അതും നമുക്ക് കമൻറ്റ് ചെയ്യും.